വീട്ടിൽ തന്നെ നല്ല നിറനെയ്യ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലോ അതല്ലെങ്കിൽ കവർ പാലോ നമുക്ക് വാങ്ങിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അത് തണുക്കാനായിട്ട് വെക്കുക. ഇതുപോലെ നമുക്ക് പാട കിട്ടും. ഈ പാട ഓരോ ദിവസത്തെ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ നമ്മൾ പാല് ഇതുപോലെ ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പാട ഇങ്ങനെ കിട്ടും, നെയ്യ് നന്നായിട്ട് കിട്ടും. അത് നമുക്ക് അരിച്ചെടുത്തിട്ടാണെങ്കിലും ഇതുപോലെ കളക്ട് ചെയ്ത് സൂക്ഷിക്കാം. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പാട ഞാൻ ഇതുപോലെ ഒരു തട്ടത്തിലാക്കി ഫ്രീസറിൽ വെച്ചേക്കും. അത് കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോഴേക്കും ഇതുപോലെ മിക്സറിനകത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിത് ഇതുപോലെ കിട്ടും. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അതിനെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചീനച്ചട്ടിയോ ഉരുളിയോ സ്റ്റൗവിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ചൂടായി വരുന്തോറും ഇതിനുള്ളിൽ കക്കനടിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വരുന്നതായിട്ട് കാണാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് ഇതിനുള്ളിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ കക്കനൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരും. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഏറെ ക്വാണ്ടിറ്റി എടുക്കാന്നുണ്ടെങ്കിൽ ഏറെ നെയ്യ് നമുക്ക് കിട്ടും. ഇനി ഇത് പതയൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരിപ്പയിലോ തുണിയിലോ വെച്ച് അരിച്ചിട്ട് നെയ്യ് മാറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈർപ്പമൊന്നും ഇല്ലാതെ നല്ലൊരു കുപ്പിയിൽ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. മായമൊന്നും ഇല്ലാതെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.